നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് വഴി വയ്ക്കാൻ പോവാ. നിന്റെ ഒരു പടക്കം മോനെ പതുക്കെ പറ, ആ പുള്ളി കേൾക്കും കേട്ടോ. പൂച്ചീച്ചുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അയാൾ കയറത്തില്ല. ഓയ് പെട്ടെന്ന് നിങ്ങളങ്ങോട്ട് കയറി ചോദിക്കും. നിങ്ങളത്തെ അവിടെ തന്നെ നിൽക്കുന്നേ. പേടിച്ച് നിന്നാ. എന്റെ പൊന്നു മനുഷ്യ ഒന്നും പേടിയാ. നിങ്ങൾ കയറി ചോദിച്ചിട്ട് വാ പെട്ടെന്ന്. സത്യം പറഞ്ഞ പേടിയാവുന്ന ആ വീട് കണ്ടിട്ട് എങ്ങനെ കയറി പോയെന്തോ അയാള്. അതിലെന്താ മോളെ, അയാളാണെങ്കിൽ തണ്ട് തടിയുള്ള ഒരു പുരുഷനല്ലേ, അതുകൊണ്ടാണ് കയറി പോയത്. അയാളെ കാണുന്നില്ലല്ലോ കയറി പോയിട്ട് കുറെ നേരമായല്ലോ. വേണ്ട മോളെ, ഒറ്റയ്ക്ക് മോനെ വിടണ്ട അങ്ങോട്ട്. മോനെ നിക്ക്, മോനെ പോവണ്ട, അയാൾ ഇങ്ങോട്ട് വരും. എന്തൊക്കെ പറഞ്ഞു അവൻ പോയപ്പോ ഒരു പേടിയാവുന്നു. നമുക്കൂടെ പോയി നോക്കിയാലോ? അയ്യോ ഊഷിക്കണേ, എന്നെ ഊറ്റിട്ട് കളിക്കണേ. നമുക്ക് പോയി നോക്കാം. നീ അറിയാത്തൊരു സൗണ്ട് കേൾക്കുന്നതേ കുട്ടുമോനും വിളിച്ചു പോകുന്നു, ഉച്ചിച്ച് പിടിച്ചത്. നമുക്ക് നേരെ പെട്ടെന്ന് പോയി നോക്കാം. ഇതെന്തോ അയാൾ ഇവിടെ കിടക്കുന്നേ? അയ്യോ, അയാൾ എന്തിനാ ബോധം കെട്ട് കിടക്കുന്നത്? ഇയാൾ വലിയ പ്രയാസം വല്ലതും കണ്ടാന്നോ? പിള്ളേരെ നമ്മൾ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. മോളെ അങ്ങനൊന്നും പറയത്, ഒന്നുമില്ലേ, പ്രായത്തിൽ മൂത്തല്ലേ അയാള്. വെള്ളം അതിന് എവിടെ ഇരിക്കുന്നത്? കാറിനകത്തല്ലേ? അയ്യോ, മോക്ക് പേടിയില്ലേ ഒറ്റയ്ക്ക് പോകാന്? മോളും കൂടെ ചെല്ലാൻ വയ്യായിരുന്നോ? എന്നാലും ഈ വാഴ വെട്ടിയിട്ട് പോലെ നടക്കുന്നുണ്ടല്ലേ അയാള്. മോൻ പേടിക്കണ്ട കേട്ടോ. മോനെ തോന്നലായിരിക്കും. ഇതേ അയാളെ കണ്ടില്ല, അയാൾ പേടിച്ച് വരണ്ട് കിടക്കുന്നുണ്ടല്ലേ. വെറുതെ മോന് തോന്നിയതാ കേട്ടോ. പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്താ മണി? അപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ എന്ത് സത്യം ഉണ്ടല്ലേ? മക്കളെ, നമുക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. പുറത്തിറങ്ങി കഴിഞ്ഞാലേ ഡേഞ്ചറാ. പുറത്തായിരിക്കുമല്ലോ പറയുന്നത്. മോള് പുറത്തല്ലേ ഈ കണ്ടത് അമ്മണി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അകത്ത് തന്നെ നിൽക്കുക. അകത്താകുമ്പോൾ കുറച്ച് സേഫാ. ഞാൻ അത് ഇയാളെ തട്ടി വിളിച്ച് നോക്കട്ടെ. എടോ ഡോ, എന്ന് എഴുന്നേറ്റ് നിങ്ങൾ. പോത്ത് പോലെ കിടന്ന് ഉറക്കം നോക്ക്. മനുഷ്യനെ എഴുന്നേറ്റ്, നമുക്ക് പോകണ്ടേ തിരിച്ച്? ഇയാളെയൊക്കെ വിളിച്ചിട്ട് വന്നത് നമ്മളെ തന്നെ വേണം പറയാന്. മക്കളെ, നമുക്കൊരു കാര്യം ചെയ്തിട്ട് പോകണ്ടേ? സേഫ് ആയിട്ടുള്ള റൂം വല്ലതും നോക്കിട്ട് അങ്ങനെ പോയി കിടക്കാം. എത്ര നേരം എന്ന് വെച്ചാൽ മോളെ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ അത്ര സേഫും അല്ല. ഏതെങ്കിലും അടച്ചുറപ്പുള്ള മുറിക്കകത്ത് കയറി കിടക്കുമോ? നിങ്ങൾക്ക് പേടിക്കണ്ട. കണ്ടോ, അവനും ഉറക്കം വരുന്നത്. വാ വാ, പെട്ടെന്ന് വാ. ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും നല്ല റൂം കാണുമായിരിക്കുന്നു. ജനൽ അടച്ചിട്ടും കാര്യമില്ല. ഈ പറഞ്ഞ പോലെ കണ്ണാടിയല്ലേ, ഇതേ വായിക്കുള്ളതൊക്കെ കാണാമല്ലോ. പിന്നെ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടാമത്തെ നിലയല്ലേ, താഴെ ഇല്ലേ വെളിയില്. അത് ശരിയാ. നീ ഒന്നും മിണ്ടായിരിക്കാവോ? നീ കുറെ നേരം ഊച്ചിച്ച് പറഞ്ഞു ചെല്ലുന്നിടത്തല്ല ഊച്ചിച്ച. എനിക്ക് പേടിയാ. കാട്ടില്ല സത്യമായിട്ടും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ക്ലാസ്സിലൊക്കെ. അതിനെന്താ സ്റ്റെപ്പ് കയറിയൊന്നും വരത്തൊന്നും
ജനലിൽ അവിടെ പ്രേതത്തിന് വല്ലതും കണ്ടോ? കണ്ട് ഇല്ലേ കടത്ത് ഊറ്റിക്ക്. ഞാൻ ഇതിലൊന്നും കണ്ടില്ല. കൊച്ചു പിള്ളേർക്കല്ലേ കാണാൻ പറ്റുന്നത്. ഈ കുട്ടുമനയ്യ വണ്ടി കയറിയപ്പോൾ തൊട്ടേ കറുത്ത കൈ കാണുന്നു, സ്വർണ്ണക്കൈ കാണുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ഊച്ചിച്ചെല്ലാം കണ്ട് വരുമല്ലയോ. ഞാനെന്തായാലും ഇതിനെ ഒന്നും കണ്ടില്ല. ഞാനും കണ്ടല്ലോ. ഇപ്പൊ കാണാത്തത് ഞാനും ആന്റിയാ. അമ്മ ഉടനെ തന്നെ കാണും മിക്കാറും. ഡി അങ്ങനൊക്കെ പറയാതെ കയറി കിടക്കാൻ നോക്ക്. വേണ്ട മോളെ, വേറെ ഒന്നും മനസ്സിൽ ചിന്തിക്കണ്ട. നല്ല റിലാക്സ് ആയിട്ട് കിടന്നാൽ മതി. മോളെ ആ സൗണ്ട് പോയി ഇവനല്ലോ കേൾപ്പിച്ചത്. മോനെ ഒന്നും മിണ്ടാതെ കയറി കിടക്കാൻ നോക്ക് കേട്ടോ. മോനെ കുട്ടുമോനെ ഞങ്ങളെ പേടിപ്പിക്കാൻ മോനെ, നീ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നേ. ഞാൻ ഒരു കാര്യം, ഞാൻ അറ്റത്ത് കിടക്കാം ജനലിന്റെ അടുത്ത്. നിങ്ങളെല്ലാരും ഇങ്ങോട്ട് നീങ്ങി കിടക്ക്. എല്ലാവരും അങ്ങോട്ട് നീങ്ങിക്കേ. എന്റെ പൊന്നോ, കുട്ടുമൻ എങ്ങനെ ഇവിടെ കിടന്നു ഈ ജനലിന്റെ അടുത്ത്? എനിക്ക് ആ പാടെ പേടി വന്നിട്ട്. അയ്യോ പണി കിട്ടിയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വെള്ളം ഒരു തുള്ളി ഇല്ലല്ലോ നമ്മുടെ കയ്യില്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇവിടെ പോയി വെള്ളം കൊണ്ടുതന്നെ. ഓ എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ എന്തോ ചെയ്യാനോ മോളെ. മോനെ കരയല്ലേ മോനെ, നിനക്ക് നാളെ വെള്ളം തരാം. കുറച്ചു നേരം എങ്കിലും ദാഹം സഹിച്ചിരിക്കും. ഇപ്പൊ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ പിന്നെ ദാഹമൊക്കെ മാറി ഉറങ്ങും മോൻ. അയ്യോ എന്റെ എനിക്ക് പാലൊക്കെ പറ്റി, അല്ലെങ്കിൽ ഞാൻ കൊടുക്കായിരുന്നു. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. അവന്റെ കരച്ചിൽ കണ്ടില്ലേ? ഞാൻ എങ്ങനെ അടുക്കളയിൽ അങ്ങനെ വെള്ളം ഉണ്ടെന്ന് പോയി നോക്കിട്ട് വരട്ടെ മക്കളെ. പിന്നെ എന്ത് ചെയ്യാനാ മോളെ, ദാഹിക്കുന്നുണ്ടല്ലോ അവന്. ദാഹിച്ചവൻ കരഞ്ഞോണ്ടിരിക്കും. അവനായി ഉറങ്ങത്തുമില്ല. പിന്നെ നമ്മളെങ്ങനെ ഉറങ്ങും? വെള്ളം നടക്കുന്ന കാര്യമൊന്നോ? ഞാനെങ്കിൽ ഇപ്പം എന്തായാലും പോയി നോക്കിട്ട് വരട്ടെ. അവനെ ദാഹിക്കാൻ കണ്ട നേരം ആന്റി എനിക്ക് പോവും ചെയ്തു. ഇപ്പൊ അങ്ങ് പേടിയാവും ആകപ്പാടെ. നീ അവനെ വഴക്ക് പറയാതെ വെറുതെ. ഇനി കരഞ്ഞ് ഇനി അവന് ദാഹം കൂടത്തേ ഉള്ളൂ. എടാ എനിക്ക് കുട്ടുമനെ, നീ ഇനി മിണ്ടായിരിക്കും കരയാതെ. കണ്ണീം കൂടെ ഉള്ളതല്ലോ അവൻ ഒളിപ്പിച്ച് കളയുക. ഇത് ദേഷ്യപ്പെട്ട് പറയണ്ടി. അവൻ കിടന്ന് കരയത്തില്ലേ പിന്നെ. പിന്നെ നീ മിണ്ടായിരിക്കോട്ടെ. കുട്ടുമനെ അമ്മ ഇപ്പൊ വെള്ളം കൊണ്ടുവരും കേട്ടോ. ഇപ്പൊ സമാധാനായിട്ടിരിക്കുന്നേ. നല്ല ചേച്ചി. നല്ല ചേച്ചി. നീ അതേ കാണൂലേ അമ്മണിയെ. മിണ്ടായിക്കടി.